കൊല്ലത്ത് ഓടയ്ക്കുള്ളിൽ കയറിയിരുന്ന യുവാവ് ആലുവ സ്വദേശി ഗിരീഷാണ് ഓടയ്ക്കകത്ത് കയറിയിരിക്കുന്നത്. പുറത്തേക്ക് ഇറക്കാൻ നോക്കുന്നവരെ ആക്രമിക്കാനും ശ്രമിക്കുന്നുണ്ട്. AV ജയശങ്കർ, വീരനുമായ ജയശങ്കർ, എന്താണ് ഇയാളുടെ ആവശ്യം? അതായത് സ്മൃതി, കൊല്ലത്ത് ആലയിൽ ജംഗ്ഷനിലാണ് ഗിരീഷ് എന്ന് പറയുന്ന നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഓടയ്ക്കുള്ളിൽ കയറി നില ഉറപ്പിച്ചിരിക്കുന്നത്. ഏകദേശം മിഞ്ഞാന്ന് മുതൽ ഇയാൾ ഈ ഓടയ്ക്കുള്ളിൽ ഉണ്ടെന്നാണ് നമുക്ക് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ തന്നെ പറയുന്നത്. ഫയർഫോഴ്സ് എന്തായാലും രക്ഷാദൗത്യമൊന്നും നടത്താൻ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ആ ഓടയ്ക്ക് സമീപം ഒരു മദ്യക്കുപ്പിയൊക്കെ തന്നെ കാണാം. അപ്പോൾ ചിലപ്പോൾ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി ഓടയ്ക്കുള്ളിൽ കയറിയിരുന്നതാകാം. ഇയാൾ ഈ ഗിരീഷ് സ്ഥിരം ഇങ്ങനെ ഓടയ്ക്കുള്ളിൽ പോയിരിക്കാറുണ്ട്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ തിരിച്ചിറങ്ങി വരാറാണ് പതിവ്. അല്പസമയം മുമ്പ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ട് പോയിരുന്നു. പക്ഷേ ഇയാൾ ആക്രമിക്കാനൊക്കെ ഒരു സാധ്യത ഉള്ളതിനാൽ തന്നെ ഫയർഫോഴ്സുകാരൊക്കെ എന്തായാലും മടങ്ങി പോന്നിട്ടുണ്ട്. പുള്ളി തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്നാണ് ഫയർഫോഴ്സൊക്കെ തന്നെ പറയുന്നത്. അതിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. സാറേ, നമ്മൾ രക്ഷാപ്രവർത്തനമൊക്കെ നിർത്തിയോ? വേറെ പ്രശ്നം നിർത്തിയല്ല, താൽക്കാലിക നിർത്തിച്ചേക്കാണ്. രക്ഷാപ്രവർത്തനം പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം അവിടെ സേഫായിട്ടിരിക്കുകയാണ്. ബോധമുണ്ട്, എല്ലാ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് കയറി കഴിഞ്ഞാൽ സ്വയം അങ്ങോട്ട് പോയിരുന്നതാ, സ്വയം തനിയെ പോയിരിക്കുകയാണ്. അപ്പോൾ അയാൾ നമ്മളിവിടുന്ന് എഴിഞ്ഞ് മാത്രമേ ചെല്ലാൻ പറ്റുള്ളൂ. വളരെ ചെറിയ വ്യാസമുള്ള ഒരു പൈപ്പാണുള്ളത്. സ്ഥിരം അങ്ങനെ കയറുന്ന ആളാണ്. ഇതിനെക്കുറിച്ച് അറിയില്ല. എന്നാലും ഇത് ഇയാൾ അല്ലാതെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. മെനിങ്ങാന്ന് ഇവിടുത്തെ ഒരു വിഷയം കാരണമാണ് അയാൾ ഇവിടെ നിന്ന് കയറിയെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്നു. ഞങ്ങൾ 2 തവണ അറ്റംപ്റ്റ് നടത്തി നോക്കി. അകത്തോട്ട് കയറി ഇയാളെ പുറത്തിറക്കാം. അപ്പോൾ ഇയാളുടെ കയ്യിലൊരു കമ്പി പോലൊരു ആയുധമുണ്ട്. ഈ ആയുധം വെച്ച് കയറി വരുന്നവരുടെ അടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്നത്, ആ പുള്ളി ഇരിക്കുന്ന ഭാഗത്ത് കുറച്ചുകൂടെ വ്യാസം കൂടുതലാണ്. അവിടെ സേഫായിട്ട് ഇരിക്കാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് എഴഞ്ഞ് മാത്രമേ ചെല്ലാൻ പറ്റുള്ളൂ. എഴഞ്ഞ് ചെല്ലുമ്പോഴത്തേന് ഈ തലഭാഗത്താണ് അവനെ അടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് നല്ല ബോധമുണ്ട്. അയാൾക്ക് തനി ഇറങ്ങി വരാൻ പറ്റും. മദ്യത്തിൻ്റെ കുപ്പിയല്ലേ അത്, അയാളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്നൊരു നാട്ടുകാർ വെച്ച സാധനമാണ് അത്. കട്ടൻ ചായ വെച്ചേക്കാണ്. അതിലും വീണില്ല. ഇല്ല, അതിൽ വീണില്ല. അപ്പം നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് സ്ഥിരമാണോ പുള്ളി ഗിരീഷ്? പുള്ളി എവിടെ ഇരിക്കുന്ന ആളാ. പുള്ളി വീടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവരമ്മ മാത്രമേ ഉള്ളൂ. പുള്ളി അവരെ ബന്ധമൊന്നുമില്ല. പുള്ളി എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിക്കും, ഇതിനകത്ത് വന്നിരിക്കും. ഇപ്പം 3 ദിവസമായി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇന്നലെ എനിക്ക് മുറിപ്പായി ജോലിയെ. ഇന്നലെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ഒരാളാ ഓടയ്ക്കകത്തിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവൻ ഇഴഞ്ഞ് കയറിയപ്പോൾ അവന് ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ ഇവൻ കമ്പിപ്പാരയ്ക്ക് അടിക്കും. പിന്നെ തലയ്ക്കടിച്ചതാ. കമ്പിപ്പാരയുണ്ട്, കത്തിയുണ്ട്. പിന്നെ ഡേഞ്ചറാ. അവൻ ആക്രമിക്കുന്നത് നമുക്കറിയാക്കും. നമ്മൾ എഴഞ്ഞല്ലേ പോകുന്നത്. നടന്നു പോകുന്ന നമുക്ക് തടുക്കാം. ഇവന് പറ്റുമോ സാറേ? അപ്പോൾ എന്തായാലും ഗിരീഷ് ആ ഓടയ്ക്കുള്ളിൽ തന്നെയുണ്ട്. നമ്മൾ നേരത്തെ ആ സ്ഥലത്തൊരു മദ്യക്കുപ്പി പോലെ കണ്ടു. അത് ഫയർഫോഴ്സൊക്കെ പറയുന്ന അയാളെ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടി കട്ടൻ ചായ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ആ പ്രലോഭനത്തൊന്നും ഗിരീഷ് വീണ്ടില്ല. ഇപ്പോഴും ആ ഓടയ്ക്കുള്ളിലാണ്. അവിടെ കുറച്ചിങ്ങോട്ട് ഉള്ളിലോട്ട് പോകുമ്പോൾ കുറച്ച് വ്യാസം കൂടുതലാണ്. അവിടെയാണ് ഗിരീഷ് ഇരിക്കുന്നത്. എന്തായാലും തൽക്കാലം ഫയർഫോഴ്സ് രക്ഷാദൗത്യമൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു രക്ഷാദൗത്യത്തിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് വേണമെങ്കിൽ സ്വയം ഇങ്ങോട്ട് വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ഥിരം ആ ഓടയ്ക്കുള്ളിൽ ആണ് ഇയാൾ പോയിരിക്കുക. കൊല്ലം ആശ്രാമം ആലയിൽ ജംഗ്ഷന് സമീപത്ത് ഒരു ജനവാസ മേഖലയിലാണ് ഓടയ്ക്കുള്ളിൽ ഗിരീഷ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇരിക്കട്ടെ.